നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇത് ഒരു വിധവ വെള്ള സാരി ഉടുക്കുകൾ എന്നും പള്ളിയിൽ പോകും. ഓക്കെ, അതിൻ്റെ കള്ളവെടിയാണ്. ആരോടാണെന്നറിയാം? ഭർത്താവിൻ്റെ ചേട്ടൻ്റെ മോൻ്റെ ഒപ്പം. എങ്ങനെയുണ്ട്? വെള്ള സാരി വിധവ. ഞാനിതെങ്ങനെ കണ്ടെന്ന് വെച്ചാൽ ഞാൻ ലൈവായിട്ട് ഈ കളി കണ്ടു. അപ്പോഴത്തേക്കും ചില മാന്യന്മാർ ചോദിക്കും, മറ്റൊരാളുടെ സ്വകാര്യത എന്തിനാണ് നീ ഒളിഞ്ഞു നോക്കിയത്? അതൊരു രസമാണ്. എൻ്റെ ആ പ്രായം അങ്ങനെയായിരുന്നു. പിന്നെ ഏറ്റവും ലോകത്തിലുള്ള ഏറ്റവും വലിയ എൻജോയ്മെൻ്റാണ് വെടി, ലൈംഗിക ബന്ധം. അതിൽ മോർ ദാൻ ബെറ്ററാണ് കള്ളവെടി. അതിൻ്റെ സുഖം എന്ന് വേറെ. അപ്പോൾ അവർ എൻജോയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളിത് കണ്ട് എൻജോയ് ചെയ്യാം. അത് നമ്മൾ കൊട്ടിപ്പാടി നടന്ന അവർ സ്വകാര്യത്തിന് ഹനിക്കുക. ഇതങ്ങനെയല്ല, ഒരു തേർഡ് പാർട്ടിയും കൂടി സുഖം എടുക്കുക. അതിലൊരു തെറ്റൊന്നും എൻ്റെ ഫിലോസഫി വെച്ചില്ല. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ കോമഡി ആയിക്കോട്ടെ. അതായത് ഒരു പള്ളിയിലെ വികാരി, ഇച്ചിരി പ്രായമുള്ള ആളാണ്, പുതിയ പോസ്റ്റിംഗ് വന്ന. അവിടെ പണക്കാരനായിക്കോട്ടെ പാവപ്പെട്ടവരായിക്കോട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആഴ്ചയിൽ കുമ്പസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞ കള്ളവെടി വെച്ച കഥ. അപ്പുറത്തെ ചേട്ടൻ എന്നെ പൂശി, ഇപ്പുറത്തെ ചേട്ടൻ എന്നെ പൂശി. അതേപോലെ ആണ് പറയും, ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചേട്ടത്തിനെ കളിച്ച്, ഇപ്പുറത്തെ വീട്ടിലെ മറ്റവൻ്റെ ഭാര്യനെ കളിച്ചു. അല്ല, അച്ഛന് സ്വൈര്യം കിട്ടും. അച്ഛന് കല്യാണം കഴിക്കാത്ത ഒരാളല്ലേ ഈ പരിപാടി തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന് കിട്ടണമല്ലോ. അച്ഛൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും. പ്രസംഗം പറഞ്ഞപ്പോൾ ആരെയും കൊള്ളിച്ചല്ല പറഞ്ഞത്, നിങ്ങൾ വ്യഭിചാരം 6-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. അത് ചെയ്താൽ ഒരു അച്ഛൻ, ഒരു ബ്രഹ്മചാരി എന്നുള്ള നിലയ്ക്ക് എന്നോട് പറയുമ്പോൾ വ്യഭിചരിച്ചെന്ന് പറയണ്ട, ഞാൻ വീണച്ചോ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിക്കോളും. പച്ചക്ക് അങ്ങനെ പറയണത് പാപമാണ് പറഞ്ഞു. പിന്നെ എല്ലാവരും വന്ന്, അച്ഛോ ഞാൻ കഴിഞ്ഞ ദിവസം വീണ്, ഈ ആഴ്ച 3 പ്രാവശ്യം വീണ്, ഇങ്ങനെ പറയും. അങ്ങനെ അച്ഛൻ അവിടുന്ന് ട്രാൻസ്ഫർ പോയി. വേറൊരു അച്ഛൻ വന്നു, അതൊരു മധ്യവയസ്കരാണ്. ഇയാൾ വന്നപ്പോൾ ഈ നാട്ടുകാർ ഇത് തന്നെ ഫോളോ ചെയ്യണത്. ഞാൻ വീണച്ചോ. അച്ഛന് കഥ മനസ്സിലായില്ല. ആണും പെണ്ണും വീണുകൊണ്ടേയിരിക്കുക. അപ്പം അച്ഛനെന്ത് ചെയ്ത്, ആ പഞ്ചായത്തിലെ കൗൺസിലറെ വിളിച്ച്, അല്ല ജോസ് കുട്ടി നീ ഒന്ന് വരാൻ വരണം കേട്ടോ. അതിൽ കൗൺസിലർ ചെന്നു. അപ്പോൾ കൗൺസിലർക്കൊക്കെ അറിയാമല്ലോ ഈ കോഡ് എന്താണ്. അച്ഛന് മാത്രമേ അറിയാത്തുള്ളൂ. അച്ഛൻ പറഞ്ഞ്, എടാ ഈ നമ്മുടെ ഈ വാർഡിലുള്ള റോഡുകളൊക്കെ ഒന്ന് ശരിയാക്കണം. ഈ പള്ളിയിൽ വരണവരൊക്കെ വീണ് എന്നാണ് പറയണത്. റോഡ് ക്ലിയറാക്കാണ്ടുന്ന കുഞ്ഞാടുകൾ ഇങ്ങനെ വീഴൂലേ. അച്ഛൻ റോഡൊക്കെ ക്ലിയറാണ്, ഒരു കുഴപ്പമില്ല. ഓടാ അവിടെ നിന്ന് ഈ പഞ്ചായത്തിൻ്റെ ഫണ്ടൊക്കെ അടിച്ച് മാറ്റിയിട്ട് എല്ലാവരോടും പറഞ്ഞ പോലെ എന്നോട് പറയണ്ട, ഒരു നിൻ്റെ രാഷ്ട്രീയമൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട. അച്ഛോ റോഡൊക്കെ ക്ലിയറാണ്. പിന്നെ നീ ഇത് തന്നെ പറഞ്ഞു, നിൻ്റെ ഭാര്യ തന്നെ കഴിഞ്ഞ ആഴ്ച 3 പ്രാവശ്യം വീണടാ പറയും. ഇതാണ് ഇടവകയിലുള്ള കുഞ്ഞാടുകളുടെ കഥ. അതിൽപ്പെട്ടൊരു കുഞ്ഞാടാണിത്. അപ്പം ഒരു ഭാര്യയും ഭർത്താവ്, ചെറിയ 2 മക്കളും അങ്ങനെ ജീവിച്ച് പോവുക. അധികം പ്രായമൊന്നും ആയിട്ടില്ല. അപ്പം ഭർത്താവിന് രാവിലെ ഒരു കുറച്ച് ന്യൂസ് പേപ്പർ മറ്റൊരു ഏജൻസിൻ്റെ അയാളോട് വാങ്ങിയിട്ട് കുറച്ച് കൊണ്ടിടാനുണ്ട്. പിന്നെ ചെറിയൊരു കട, അവിടെ മിഠായി, തേൻമിഠായി, നാരങ്ങ മിഠായി, ബീഡി, സിഗരറ്റ്, ഇങ്ങനത്തെ, പിന്നെ സേഫ്റ്റി, പിന്നെ അങ്ങനത്തെ അത്യാവശ്യം വില, സൂചി, നൂല്, അങ്ങനത്തെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൊരു പീടിയാണ്. ചെറിയൊരു പീടിയാണ്, സ്വന്തം ബിൽഡിങ്. അതിൻ്റെ ബാക്കിൽ അവരുടെ വീട് ഓടിട്ടതാണ്. ചെറിയൊരു കോലായി. അപ്പോൾ ഇയാൾ അത് കഴിഞ്ഞ് വന്നാൽ കട തുറക്കും. കോലായിലൊരു സ്റ്റൂളുണ്ട്, ഇയാളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നാൽ ഇരിക്കാം. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് എന്തോ ഒരു അസുഖം വന്നത്, അയാൾ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ കുറച്ച് നാൾ പിന്നെ ആ കട അടഞ്ഞു കിടന്നു. പിന്നെ ജീവിക്കണ്ടേ.
ആ കടക്ക് പിന്നെയും ജീവൻ വെപ്പിച്ച് കട തുറന്നാൽ ഈ പെണ്ണ് ഉള്ളിലിരുന്ന് ഇങ്ങനെ സെയിൽസ്, ചെറിയ വരുമാനം, കടല മിഠായി അങ്ങനത്തെ മിഠായികളും ഒക്കെ, പാവം പിടിച്ചൊരു പെണ്ണ്. പക്ഷേ ഈ പെണ്ണിനൊരു അബദ്ധം പറ്റി, ആ സ്റ്റൂള് കോലായിന്ന് മാറ്റിയില്ല. ഗസ്റ്റുകൾ വന്നിരിക്കുന്ന ഒരു സ്റ്റൂളുണ്ടല്ലോ അവിടെ, അത് അവിടെ ആവശ്യമില്ല ശരിക്ക്. ആണുങ്ങളാകുമ്പോൾ വർത്തമാനം പറഞ്ഞിരിക്കലൊക്കെ, പക്ഷേ അവിടെ ഒരു ആണൊരുത്തൻ, അത് ഇതിൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ മോൻ വന്നിരിക്കൽ തുടങ്ങി. ആർക്കും ഡൗട്ടില്ല. അപ്പോൾ ടൗണിൽ പോയിട്ട് ചിലപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. ഇന്നൊക്കെ ഫോൺ വിളിച്ചാൽ എന്ത് സാധനം, മിഠായി ഐറ്റംസൊക്കെ, സിഗരറ്റ് വരെ കടയിൽ ഇറക്കി തരും. പണ്ട് അങ്ങനെയല്ല, പോയി കൊണ്ടുവരണം. അപ്പോൾ ഇവൻ പോയി കൊണ്ടുവന്ന് കൊടുക്കും, പ്രതിഫലമൊന്നും കൊടുക്കണ്ട, ഒരു സർവീസ്. പിന്നെ അവനവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം രാത്രി എനിക്ക് ഉറക്കമില്ലല്ലോ, ഞാൻ വരുമ്പോൾ ഇവരുടെ വീട് റോഡ് സൈഡിലാണ്. പക്ഷെ സൈഡിൽ കൂടി വേറൊരു റോഡ് പോകുന്നുണ്ട്. അവിടെ നിന്ന് രാത്രി 2 മണിയായപ്പോൾ ഈ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ മോൻ ധൃതിയിൽ ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി സൈഡത്തെ റോഡിൽ കയറി. ഈ റോഡ് ക്രോസ് ചെയ്ത് 3 വീട് അപ്പുറമാണ് ഇവൻ്റെ വീട്. അറ്റടാ, ഈ രാത്രി പാതിരാക്ക് ഇവൻ അവിടെ എന്ത് സർവീസാണ്? എന്തായാലും ഇതൊന്ന് കണ്ട് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ഒപ്പമുള്ളവനോടും പറഞ്ഞു, ഇത് നല്ല സർവീസാണല്ലോ പറഞ്ഞു. അല്ല, നടന്നോട്ടെ, ഒരു വിധവയാകുമ്പോൾ അവർക്ക് ഈ സാധനമൊന്നും ലോക്കായി പോയിട്ടില്ലല്ലോ, കളിച്ചോട്ടെ. പക്ഷേ ഇവളുടെ പോക്ക് രാവിലെ ഡെയിലി പള്ളി പോകും. അങ്ങനെ ഇടവകയിൽ രാവിലെ ഒരു കുർബാന ഉണ്ടാവും, വെള്ള സാരി ഒക്കെ കൊടുത്ത് ഇങ്ങനെ പോകും. ഇതിനെ കണ്ട ഒരു വിദേശ വനിതേൻ്റെ ലുക്കാണ്. ഇവിടെ ഒരു മലയാളി പെണ്ണ് പോലെയല്ല, ഒരു ഇംഗ്ലീഷ് സിനിമയിലെ പെണ്ണിൻ്റെയൊക്കെ പോലെ. പക്ഷെ കണ്ണ് വെള്ളാരം കണ്ണല്ല. അങ്ങനെ ഞങ്ങളിത് വാച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 2-3 ദിവസം മെനക്കിട്ടപ്പോൾ കിട്ടി. ഇവരുടെ ഉള്ളിലേക്ക് പോകണേ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ പോയി. അപ്പോൾ ജനലൊക്കെ ഗ്യാപ്പുണ്ട്. ഇവരുടെ വീടിൻ്റെ കയ്യിലൊന്നും ആർക്കും വഴി നടപ്പോ അങ്ങനെയൊന്നുമില്ല. എൻ്റെയൊക്കെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ മുറ്റത്ത് കൂടിയൊക്കെ ഇങ്ങനെ പോകും ആൾക്കാർ, അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാർ. അപ്പോൾ ഒരു ലൈറ്റ് കണ്ടാൽ ചിലപ്പോൾ ആരെങ്കിലും ദുർബുദ്ധി തോന്നി പാളി നോക്കൂല. അപ്പോൾ പരിപാടി എടുക്കുമ്പോൾ ലൈറ്റ് മിക്കവരും ഓഫ് ചെയ്യും. ജനലൊക്കെ അടച്ചുറപ്പുള്ളതാണെങ്കിൽ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ വീടിൻ്റെ ജനലൊക്കെ വിടവൊക്കെ ഉണ്ട്, ഗ്യാപ്പുണ്ട്. പക്ഷെ അതിലാരും വഴി നടപ്പില്ല. ഇവനിതിൻ്റെ ഉള്ളിൽ കയറി ലൈറ്റ് ഓഫ് അല്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. പോയി നോക്കുമ്പോൾ എന്താണെന്നാ, ഇവളുടെ സാരി ഇവനിങ്ങനെ അഴിക്കുക, കിസ് ചെയ്യുന്നത്. സാരി അഴിച്ചിട്ട് ഇവള് തിരിഞ്ഞു നിന്ന് കൊടുത്ത് ബ്ലൗസ് ബാക്കിൽ ഓപ്പണാണ്, ബ്ലൗസും ബ്രേസിയറും ഊരി. എന്നിട്ട് ബാക്കിൽ നിന്ന് തന്നെ 2 മല ഇവനിങ്ങനെ പിടിക്കൽ തുടങ്ങി. അപ്പോൾ ഇവളിങ്ങനെ തിരിഞ്ഞിട്ട് വെസ്റ്റേൺ മോഡൽ കിസ്. അപ്പോൾ സാരീൻ്റെ ഇത് നല്ല അടിക്ക് വീണ്. പിന്നെ സാരീൻ്റെ കുത്തഴിച്ച് അണ്ടർ ഷർട്ടിൻ്റെ വള്ളി ഊരി അത് 2 നിലത്തേക്കാണ് ഊർന്ന് വീണു. വെള്ള ഷഡി. ഇവൻ അതിൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ട് നേരിടൽ തുടങ്ങി. അതായത് ജനലിൻ്റെ ഗ്യാപ്പിൽ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കണമെങ്കിൽ പെണ്ണ് ഞങ്ങളുടെ അങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കണം. ഇപ്പം ബാഗ് ഇത് കഴിഞ്ഞ് പെണ്ണ് അങ്ങോട്ട് തിരിഞ്ഞ് ഇവൻ്റെ മുണ്ടഴിച്ചു. ഇവള് വായിലെടുക്കണം. അതായത് ഇവർ എക്സ്പീരിയൻസ്ഡാണ്, കുറേ ദിവസമായി തുടങ്ങിയിട്ട്. ഇവൻ്റെ സാധനം നല്ല മുറ്റ സാധനം. അതിൽ പിന്നെ ഇവളെ കിടത്തി കട്ടിൽമേ കിടത്തിയിട്ട് സ്റ്റൂളിട്ട് അവിടെ ഇരുന്ന് കണ്ട് കട്ടിലിൻ്റെ സൈഡിലാണ് ഇവളിങ്ങനെ കിടത്തിക്കണം. എന്നിട്ട് ഇവനരികത്ത് സ്റ്റൂളിട്ടിരുന്നിട്ട് കട്ടിലിൽ സാധാരണ കിടക്കണ പോലെയല്ല ഇവള് കിടക്കണേ, ക്രോസിൽ. എന്നിട്ട് ഇവനെ കിടത്തിയിട്ട് സ്റ്റൂളിട്ടിരുന്ന് നക്കി കൊടുക്കുക. എത്ര നേരം ഇവള് സീൽക്കാരങ്ങൾ പുറപ്പെടുവിക്കണം. ഞങ്ങൾ 2 അവിടെ നിന്നിട്ട് എരിപിരിയുള്ള. പക്ഷെ ഞങ്ങളവരെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്ക് വേണമെന്നൊന്നും പറയില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇത് കാണാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യമല്ലേ. അതിൽ വലിയ ധാർമ്മികതയൊന്നുമില്ല, എത്തിക്സ് ഒന്നുമില്ല. കള്ളവടി ഒളിച്ച് കാണണം, അത്രേ ഉള്ളൂ. ആർക്കും ഇതിൽ നഷ്ടമില്ല. ഞങ്ങൾ ആരോടും ഇത് കാര്യം പറഞ്ഞു പരത്തില്ല, ഇതുവരെ പരത്തിയിട്ടില്ല. ഇപ്പോൾ ആളെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട അതൊരു ക്ലൂവും ഈ വീഡിയോയിലില്ല.
അതിലിപ്പോൾ രണ്ടാളും ഇപ്പോൾ ഭൂമിയിലില്ല, അത് വേറെ കാര്യം. എന്തൊരു കളിയാണ്. ഈ പെണ്ണ് മോളിൽ കയറിയിരുന്ന് അടിച്ചേനെ കൊടുക്കുക. രണ്ട് സൈഡിൽ കാല് കുത്തി ഇരുന്നിട്ട് അടിക്കുന്നത്. അപ്പോൾ അതിലൊരു പ്രത്യേകത ഉണ്ട്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതിൻ്റെ ഭർത്താവ് ഈ പള്ളിയിൽ അത് സുവിശേഷം ബൈക്കിൽ അങ്ങോട്ട് പോലെ അച്ഛൻ്റെ പുറകെ നടക്കലും. അപ്പോൾ ഇയാളുടെ പണിയൊക്കെ കൂടുതൽ ഭക്തി ഉണ്ടെങ്കിൽ എല്ലാവരും ചെറുങ്ങനെ കുട്ടികളുണ്ടാകാനുള്ളൊരു പണിയുണ്ടല്ലോ, അതേ ചിലപ്പോൾ അയാളെടുത്ത് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഇതേപോലെ നക്കി കൊടുക്കലും വായിൽ കൊടുക്കലും ആസ്വദിക്കലും. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ ചില പെണ്ണുങ്ങൾക്ക് ചെറിയ കേൾക്കാൻ ഇഷ്ടമാണ്. ഇത് അതൊന്നും ഇല്ലാത്തൊരു പാവം പിടിച്ച കളി കിട്ടിക്കൊണ്ടിരുന്ന പെണ്ണിനാണ് ഇപ്പോൾ നല്ലൊരു യൂത്ത് പയ്യനെ കിട്ടി. ഇപ്പോൾ അടിച്ച് പൊളിക്കുക. മോളിൽ കയറിയിരുന്ന അടിക്കാനാണ് മലയൊക്കെ ഇങ്ങനെ കിടന്നിങ്ങനെ തുള്ളുക. പിറ്റേ ദിവസം വെള്ള സാരിയെ കൊടുത്ത് ഈ സാധു വിധവ പള്ളി ഫോണെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പുണ്യാളിന് മാതാവ് നിലത്തിറങ്ങി സെലോട്ടടിക്കും. ജീവിതമേ നാടകം. ഞാൻ അനവധി കളി കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ കളി ഇതേപോലെ കയറി അടിക്കണം ഞാൻ കണ്ടിട്ടില്ല. അതും ഒരു ഭാഗ്യം. നമസ്കാരം.